ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഒരു പലോസോ പാൻറ് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാക്കി മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാൻറ് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ആ കേവ് വരുന്ന ഭാഗത്തുനിന്ന്, ഇപ്പോൾ യു പോലെ ഒരു കേവ് കണ്ടില്ലേ, അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേപ്പ് വെച്ചതിന് ശേഷം മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ എത്രയാണോ മിഡിൽ പോയിന്റ് കിട്ടുന്നത് ആ പോർഷനിൽ നിന്ന് നേരെ താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഏറ്റവും എൻഡിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ ലൈൻ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് രണ്ട് സൈഡിലോട്ടും 3.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 3 കാല് കുറച്ച് വണ്ണം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് എടുത്താലും മതി. ഞാനിപ്പോൾ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലോട്ടും 3.5 വെച്ചിട്ട് മാർക്ക് ചെയ്യുക. 4 വരെ എടുക്കാവുന്നതാണ്, 4 ഇഞ്ചും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. മിഡിൽ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ എവിടെയാണോ ടച്ച് ആവുന്നത്, ആ സ്ട്രെയിറ്റ് ലൈൻ താഴത്ത് എവിടെയാണോ ടച്ച് ആവുന്നത് അവിടെ നിന്ന് ആണ് രണ്ട് സൈഡിലേട്ടും 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് എടുക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ മാർക്ക് ചെയ്തത് ഈ കർവ് പോർഷനിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ആ ഒരു പോർഷനാണ് ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് സൈഡിലോട്ടും താഴെ എൻഡിൽ കാലിൻ്റെ താഴ്വശത്തായിട്ട് രണ്ട് സൈഡിലോട്ടും 3.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് എടുക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് രണ്ട് സൈഡിലോട്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരു കർവ് സ്ലാൻഡിങ് ലൈനാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും അങ്ങനെ ആ പോയിന്റിൽ നിന്ന് ആ സൈഡിൽ ഉള്ള പോയിന്റിൽ നിന്ന് എവിടെയാണോ നമുക്ക് 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് കിട്ടിയത് അവിടത്തേക്ക് ഒരു ലൈനും, അതുപോലെ ഈ സൈഡിൽ നിന്ന് എവിടെയാണോ പോയിന്റ് കിട്ടിയത് അവിടത്തേക്ക് ഒരു ലൈനുമാണ് വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ മിഡിൽ പോയിന്റ് കണ്ടാൽ മാത്രമാണ് നമുക്ക് ഈ താഴത്തെ മെഷർമെൻറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വരച്ചതിന് ശേഷം ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ആ കേവ് വരുന്ന അതുവരെ കട്ട് ചെയ്താൽ മതി. ആ കേവിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്യരുത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഭയങ്കര ടൈറ്റായി മാറും. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ കട്ട് ചെയ്യുന്നതിന് മുന്നേ രണ്ട് കാലും ഒരേ രീതിയിൽ തന്നെയാണോ വെച്ചിരിക്കുന്നത്, തുണി കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അയൺ ചെയ്ത് നല്ലപോലെ വെക്കുവാണെങ്കിൽ ഒന്നും തുണി ഇളകി പോകാതിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് സൈഡിലും ഒരു 1/2 ഇഞ്ചോളം സീം അലവൻസ് വിട്ടിട്ട് ഈ സൈഡിലും ആ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആ എൻഡിൽ നിന്ന് മുകളിലേക്കുമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത് നിർത്തിയത് അവിടെ മുതൽ മുകളിലേക്ക് ഇപ്പം നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് നിർത്തിയത് ഇവിടെയായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം ഈ സൈഡിൽ നമ്മളൊരു സ്റ്റിച്ച് ജസ്റ്റ് വെറുതെ കൊടുത്തിരിക്കുകയാണ്. അത് 1/4 ഇഞ്ച് പോലും സീം അലവൻസ് ഇല്ലാതെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റിൻ്റെ അതേ ഒരു എഫക്റ്റ്, അതേ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. രണ്ട് സ്ഥലത്തും ഞാൻ ഏകദേശം 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നൂലൊന്നും ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് സൈഡിൽ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാൻറ്റിന് നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും സൈഡ് വശം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിങ്ങും അതുപോലെ നൂല് അധികം ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ലൈനിങ് ഓൾറെഡി എൻ്റെ ഈ പാൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിൽക്ക് ടൈപ്പ് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പലാസോ പാൻറ് ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിയൽ ലുക്ക് എന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഉള്ളത്. വളരെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പ്ലാസോ പാൻറ്റിനെ മാറ്റിയതാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പഴയ പ്ലാസോ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാക്കി നോക്കൂ. നന്നായി ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.